ഹലോ, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. കോവയ്ക്ക ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്ത് കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഒരിക്കലെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എപ്പോൾ കോവയ്ക്ക കിട്ടിയാലും അതുപോലെ ചെയ്ത് നോക്കൂ കേട്ടോ. നേരെ വീഡിയോയിലേക്ക് പോവാം. നമുക്ക് കോവയ്ക്ക ഇതുപോലെ ചെറുതാക്കി നീളത്തിൽ കട്ട് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. ഇതിലേക്ക് കുറച്ച് പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് കായം പൗഡറും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് കൈവച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ട് വലിയൊരു പാത്രത്തിലേക്കോ അല്ലെങ്കിൽ ഒരു മുറത്തിലേക്കോ നമ്മൾ ഈ മിക്സ് ചെയ്തിട്ടുള്ള കോവയ്ക്ക ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ചെറിയൊരു മുറമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ ഞാനിതുപോലെ ബക്കറ്റിൻ്റെ മേലെയാണ് വെയിലത്ത് വെച്ചിട്ട് ഒന്ന് വലിയിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞു വന്നാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് അരമണിക്കൂറിന് ശേഷം എടുത്ത് നോക്കിയിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ വലിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളൊരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് വേണം നമുക്കിത് ഒന്ന് വറുത്ത് കോരിയെടുക്കാൻ വേണ്ടിയിട്ടാ. ഇതിൻ്റെ മേലെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല സ്മെല്ലും കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ നല്ല കളറായിട്ട് വന്നിട്ടുണ്ട്, അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കോരി മാറ്റിയെടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ കുറച്ച് ചേരുവകൾ മാത്രം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്രൈ ഉണ്ടാക്കിയെടുത്തേക്കണം കേട്ടോ. ആകെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെയിലത്ത് വെച്ചിട്ടൊന്ന് വാട്ടിയെടുക്കേണ്ടതുണ്ട്. അത് മാത്രമേ ഉള്ളൂ. ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കോവയ്ക്ക് കിട്ടുന്ന സമയത്ത് ഇതുപോലെ തന്നെ ചെയ്യുള്ളൂ. ചോറിന് ഇത് മാത്രം മതി കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ചൂട് ചോറിലേക്ക് കുറച്ച് ചാറ് കറി ഒഴിച്ചിട്ടുണ്ട്. അത് മീൻ കറി പോലെ തന്നെ വെച്ചിട്ടുള്ള കറിയാണ്, കോവയ്ക്ക കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കോവയ്ക്ക ഫ്രൈയും കൂടി ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു.